ഹലോ ഫ്രണ്ട്സ്, ഞാൻ അപർണ. ഇതിൻ്റെ മക്കളാണ് മിൻഹ മനോറ, മീറൽ മനോറ. നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത്, ആദ്യത്തെ വീഡിയോയും. അപ്പോൾ ഇൻട്രോ ഇപ്പോൾ നമുക്ക് ബീച്ച് ഫെസ്റ്റിവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മണപ്പുറത്തിൻ്റെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന കഴിമ്പ്രം ബീച്ചാണിത്. തൃശ്ശൂർ തൃപ്രയാറിനടുത്തുള്ള സ്ഥലമാണിത്. 23-ാം തീയതി സ്റ്റാർട്ടായതാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ. നമ്മൾക്ക് ഇന്നാണെന്ന് ഇറങ്ങാൻ പറ്റിയത്, കാരണം രണ്ടാൾക്കും പനിയായിരുന്നു. പനി മാറട്ടെ എന്ന് വിചാരിച്ചിരുന്നു ഇന്നാണ് നമ്മൾ ഇറങ്ങിയത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മണപ്പുറത്തിൻ്റെ ബീച്ച് ഫെസ്റ്റിവൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മളാദ്യമായിട്ടാണ് ഇവിടെ ബീച്ച് ഫെസ്റ്റിവലിന് വരുന്നത്. ചേട്ടൻ്റെ നാടാണിത്, ചേട്ടൻ ജനിച്ചു വളർന്ന നാടാണെങ്കിലും ചേട്ടനും ആദ്യമായിട്ടാണ് ഇവിടെ ബീച്ച് ഫെസ്റ്റിവലിന് വരുന്നത്. കാരണം 8 വർഷമായിട്ട് ഞങ്ങൾ ആലുവയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്, നാട്ടിലേക്ക് പോകണമെന്ന് തോന്നി പോകുന്നതാണ്. ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുന്നേ 1-2 പ്രാവശ്യം നമ്മളിവിടെ വന്നിരുന്നു. പെട്ടെന്ന് ആലുവയിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊന്നും മാറ്റി റിലാക്സ് ആവാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുമായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ രാത്രി 9-10 മണി വരെ ആളുകൾ ഇരുന്ന് റിലാക്സായി പോകുന്നത് കാണാം. എന്നാൽ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം 9-10 മണിക്കാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഏരിയയിൽ തന്നെ ഒരുപാട് ബീച്ചുകളുണ്ട്. ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ ബീച്ചിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ബീച്ചാണിതെന്ന് പറയുകയില്ല. അത്രയ്ക്ക് തിരക്കും ബഹളവും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ പാർക്കാണ് ആ ഏരിയയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ സാൻഡയുടെ ഷേപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ സാൻഡ കംപ്ലീറ്റ് ആയിട്ട് അവിടെ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. ഇവർ സാൻഡ എന്ന് പറയുന്നുണ്ട്. എല്ലാ ന്യൂ ഇയറിനും നമ്മൾ സാൻഡേനെ കാണുമ്പോൾ എനിക്ക് ചോട്ടാ മുംബൈയിൽ സാൻഡേനെയും അവിടെ ഒരു അമ്മാമ പാമ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ഒരാളാണെങ്കിൽ ഇതേ നിലത്ത് വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം പോയി പെറുക്കുകയാണ്. അവൾക്കറിയില്ല കാശ് കൊടുത്താലാണ് അവർ നമുക്ക് കളിപ്പാട്ടം തരുള്ളൂ. സാൻഡയുടെ അടുത്ത് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴേക്കും പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ചൂണ്ടി കാണിക്കുന്നുണ്ട്. പാർക്കിലേക്ക് പോയില്ല, എന്നാൽ പിന്നെ സാൻഡയുടെ അടുത്ത് പോയി നിന്ന് 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് നാളെ അതിനെ കത്തിക്കൂലോ എന്ന് ഓർക്കുമ്പോഴേക്കും ഒരു വിഷമമുണ്ട്. എങ്കിലും ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ മെയിൻ. രണ്ടാളും പനിയായിട്ട് കുറച്ച് നാൾ അകത്തായിരുന്നു. 23-ാം തീയതി അവളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് കയറിയതാണ് അകത്തേക്ക്. പിന്നെ ഇന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ്. പിന്നെ ഇതേപോലെ ടോയ്സ് വിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർ ചെറിയ കുട്ടികൾ കാണുമ്പോൾ ടോയ്സ് കയ്യിൽ കൊടുത്തിട്ട് പോകും, നമ്മൾ വാങ്ങുമെന്ന് വിചാരിച്ച്. ഇവർക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ടോയ്സ് എല്ലാം വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരിവിടെ നിൽക്കില്ല, നമ്മളെ നിർത്താൻ സമ്മതിക്കുമില്ല. അവരുദ്ദേശിച്ച് ഏതെങ്കിലും ഒരു സാധനം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പിന്നീട് അവർക്ക് പോയാൽ മതി, എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള ബഹളത്തിലായിരിക്കും. ഇതേപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പരമാവധി നമ്മളെല്ലാം എൻജോയ് ചെയ്ത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർക്ക് കളിപ്പാട്ടങ്ങളും ഫുഡാണെങ്കിലും വാങ്ങിച്ച് കൊടുക്കാറ്. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ അത് ഡ്രസ്സിലും ആക്കും. ടോയ്സ് എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. അവർ അവരുടേതായ ലോകത്തായിരിക്കും. പട്ടം പറത്തുന്നത് നോക്കി നിൽക്കുകയാണ് ഇവിടെ. ആദ്യമായിട്ടാണ് ഇവർ പട്ടം പറത്തുന്നത് കാണുന്നത്. പട്ടം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് പറത്തുന്നതും മുകളിൽ കിടന്ന് പറക്കുന്നതും കാണുന്നത്. ഇവിടെ ഒരാൾക്ക് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ കളിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ മിൻഹയുടെ കാലിൽ നൂല് ചുറ്റി. മുന്നേ പറത്തിയ പട്ടത്തിൻ്റെ നൂലാണെന്ന് തോന്നുന്നു. അത് പൊട്ടിപ്പോയത് കാരണം അവിടെ കിടന്നിട്ടുണ്ടാവും. അത് കാലിൽ ചുറ്റി നടക്കാൻ പറ്റാതെയാണ് അവിടെ നിന്നത്. ഇവർ രണ്ടാളെ ഒരുമിച്ച് നിർത്താന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഒരാൾക്ക് ഒന്നാണ് ഇഷ്ടമെങ്കിൽ മറ്റേയാൾക്ക് വേറേതാണ് ഇഷ്ടം. ഇപ്പോൾ ഒരാൾക്ക് ബീച്ചിൽ വെള്ളത്തിൽ കളിക്കാനാണ്, പക്ഷെ ഒരാൾക്ക് മണ്ണിൽ കളിക്കാനാണ് ഇഷ്ടം. മിൻഹയ്ക്ക് ഇവിടെ വന്നാൽ വെള്ളത്തിലിറങ്ങാൻ വലിയ പേടിയാണ്. നമ്മൾ നിർബന്ധിച്ച് ഇറക്കിയാലും ഇറങ്ങാറില്ല. അവൾ കൂടുതലും മണ്ണിലാണ് സ്പെൻഡ് ചെയ്യാറ്. എന്തെങ്കിലും വീടോ മലയോ കുഴിയൊക്കെ കുഴിച്ച് അവിടെ ഇരുന്നോളും. പക്ഷേ വേറൊരാൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ പോയി കളയും. കണ്ണ് തെറ്റുമ്പോഴേക്കും അവൾ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങും. അവളുടെ വിചാരം നമുക്ക് നടന്നങ്ങോട്ട് പോകാമെന്നാണ്. പക്ഷെ മുങ്ങിപ്പോകും, അത് ഡേഞ്ചറാണെന്നൊന്നും അവൾക്ക് അറിയില്ല. ഡേഞ്ചറാണ്, പോവരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളോട് ഡേഞ്ചർ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതലും അവൾക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ രണ്ടാളെയും സമാധാനിപ്പിച്ച് കരയിൽ കൊണ്ടുവന്ന് മണ്ണിൽ കളിച്ചോ മണ്ണപ്പം ചുറ്റ് കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അവർ കളിച്ച് തുടങ്ങിയപ്പോഴേക്കും അവിടെ നിന്നൊരു ഹോഴ്സ് വരുന്നുണ്ട്. കുതിരവണ്ടിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ നോക്കി കുതിരയാണോ ഇത് കാളയാണോ എന്ന് ഞങ്ങൾ നോക്കി. കുതിരയാണെന്ന് പിന്നെ മനസ്സിലായി. കാരണം 2 പ്രാവശ്യം ഞാനിത് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് ഇങ്ങോട്ടേക്കാണ് വരാറെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ ഈ വണ്ടി ഉണ്ടായിരുന്നില്ല, കുതിര മാത്രമാണ് കാണാറ്. ഇന്ന് റിമി ടോമിയുടെ പാട്ടാണ് ഇവിടെ ഉള്ളത്. എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും. റിമി ടോമിയുടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷമായെങ്കിലും നമ്മൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. നല്ല കാറ്റുണ്ട്. പിന്നെ തണുത്ത കാലാവസ്ഥയും കൂടി ആയത് കാരണം ഇവരുടെ പനി ചിലപ്പോൾ മാറി വന്നത് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സൗണ്ടും മാറി തുടങ്ങി. ഇവരുടെ പനി എനിക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇവള് കണ്ണ് തെറ്റിയാൽ വെള്ളത്തിലേക്കാണ് പോകുന്നത്. സാധാരണ ദിവസങ്ങളിൽ ബീച്ചിൽ വന്നാൽ 2 ജോഡി ഡ്രസ്സും കൊണ്ടാണ് വരാറ്. ഇവിടെ വരുമ്പോൾ ഞാൻ കാലിൽ മണ്ണ് മൂടിയിട്ട് മർമെയ്ഡിൻ്റെ വാല് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിനാണ് ആ കുഴി കുഴിക്കുന്നത്. എന്നോട് പറയുന്നുണ്ട്, അമ്മ എന്നൊന്ന് മർമെയ്ഡാക്കി തരുമോയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ നിറച്ച് ആളുകളാണ്, ഡ്രസ്സ് അഴുക്കാവും, വേറെ അമ്മ ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആളാണെങ്കിൽ ഇതേ മണ്ണ് വെച്ച് കാല് മസാജ് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. പൂരത്തിന് കാണുന്ന പോലത്തെ ഒരുപാട് കളിപ്പാട്ടങ്ങളും കുറേ ഉണ്ട്. ഏതെങ്കിലും ഒരു കളിപ്പാട്ടം ഞങ്ങൾക്ക് വാങ്ങിത്താമെന്നൊക്കെ പറയുന്നുണ്ട്. കൈ ചൂണ്ടി കാണിക്കലും പോയി എടുക്കലൊക്കെയാണ് മെയിനായിട്ട്. ഏതെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവർ ഇന്നേ വരെ ഈ കളിപ്പാട്ടങ്ങളൊന്നും കൊണ്ട് കളിക്കുന്നത് കണ്ടിട്ടില്ല. വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയും കിട്ടിയാൽ തന്നെ. അപ്പോഴേക്കും അവിടെ ഗോസ്റ്റ് ഹൗസ് കാണുന്നുണ്ട്. ഗോസ്റ്റ് അവിടെ മുകളിൽ നിൽക്കുന്നത് കണ്ട് രണ്ടാളും പേടിച്ചിരിക്കുകയാണ്. ഗോസ്റ്റ് ഹൗസിനകത്തേക്ക് നമുക്കൊന്നും കയറാൻ പറ്റില്ല. പുറത്തു നിന്ന് ഒരാളെ കണ്ടപ്പോൾ തന്നെ രണ്ടാൾക്കും പേടിയായി. അപ്പം തന്നെ എന്നോട് പറയുന്നുണ്ട്, അമ്മ ഇനി അമ്മ പറയുന്നില്ല ഞാൻ അനുസരിച്ചോളാം. ഇത് കണ്ടാൽ തന്നെ രാത്രിയിൽ പിച്ചിമ്പയും പറയാനുള്ളതായിട്ടുണ്ടാവും. ഗാനമേള പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. എന്തായാലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു പാട്ടെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പരിപാടിയാണെങ്കിൽ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. ഇവരാണെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി. നമ്മൾക്കിനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇവരാണെങ്കിൽ വാശി തുടങ്ങിയാൽ പിന്നെ നമ്മൾ പറയുന്നിടത്തൊന്നും നിൽക്കില്ല. അതിന് മുന്നേ ഇവിടുന്ന് പോകാമെന്നുള്ള പ്ലാനിലാണ്. എങ്കിലും പോകാനായി തോന്നുന്നില്ല. നമ്മൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ഓരോരോ പരിപാടികളാണ്. ഈ ഏരിയ എനിക്ക് കുറച്ച് പേടിയുള്ളതാണ്. കാരണം പണ്ട് വീഗാലാൻഡിൽ പോയിട്ട് പോലും ഞാൻ ഈ വക സാധനങ്ങളൊന്നും കയറിയിട്ടില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണത്. സോറി, വീഗാലാൻഡ് അല്ല, വണ്ടർല എന്ന പേര് മാറ്റിയെങ്കിലും നമുക്ക് വീഗാലാൻഡ് എന്നുള്ള പേര് മറന്നു പോവില്ല. ഇവർ ഞങ്ങളെ ഏതെങ്കിലും ഒന്നിൽ കയറ്റ് എന്ന് പറയുകയാണ്. ഞാനാണെങ്കിൽ പരമാവധി കയറ്റാതിരിക്കാനാണ് നോക്കുന്നത്. അതിൽ കയറിയാൽ തല കറങ്ങും, ഇതിൽ കയറിയാൽ തല കറങ്ങും. അതിൽ വലിയ കുട്ടികളാണ് കയറുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, 1-2 സ്ഥലത്ത് പോയപ്പോഴൊക്കെ നമ്മളിത് കണ്ടിരുന്നു. പക്ഷേ ഇന്നേ വരെ എനിക്കിതിൽ കയറി നോക്കാൻ തോന്നിയിട്ടില്ല. കാണുമ്പോഴേ എനിക്കിത് പേടിയാണ്. 1-2 പ്രാവശ്യം ആലുവ മണപ്പുറത്തും ഇവിടെ അടുത്ത ഏകാദശിക്കൊക്കെ പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ കയറിയിട്ടുമില്ല. ഇവരെ ഞാൻ കയറ്റാൻ സമ്മതിച്ചിട്ടുമില്ല. ബോൾ പൂൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആലുവ മണപ്പുറത്ത് പോയപ്പോൾ മിൻഹേനെ ഞങ്ങൾ ബോൾ പൂളിൽ കയറ്റി. ഏജ് ആവാത്തതുകൊണ്ട് ഇളയാളെ കയറ്റാൻ പറ്റിയില്ലായിരുന്നു. ബോൾ പൂൾ പക്ഷേ ഇവിടെ ഇല്ല. ഏതെങ്കിലും ഒന്നിന് ഞങ്ങളൊന്ന് കയറ്റമാന്ന് പറഞ്ഞിട്ടാൾ നോക്കി നിൽപ്പാണ്. അതിനിടയ്ക്ക് ആ ചേച്ചി കൈ കാണിച്ച് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവൾ പോകുന്നുണ്ട്. ആരെങ്കിലും വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല, എവിടെ കണ്ടാലും ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം കയറിയാലും 1-2 പേരെ അങ്ങനെ കാണാറുള്ളൂ ഇതിൽ. എന്നാൽ ഫുൾ ടൈം വർക്കിങ്ങുമാണ്. അതിൽ കയറി കറങ്ങാനോ പറ്റില്ല. ഞാൻ സ്വന്തമായി കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് അവള്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോവാന്ന് വിചാരിച്ചപ്പോഴേക്കുമാണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. ആള് ഗൾഫിലായിരുന്നു. ആള് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോയ്സിൻ്റെയാണ്. അനിയൻ ക്യാരക്ടേഴ്സിൻ്റെ ടോയ്സാണ് കൂടുതലും. ഇതാണ് ചേട്ടൻ്റെ ഫ്രണ്ട്. ഒന്നും വാങ്ങി കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കുമാണ് എന്ത് വേണം പൊന്നാന്ന് ചോദിച്ചപ്പോൾ പാനിപ്പൂരി മതിയമ്മ എന്ന് പറഞ്ഞ് പാനിപ്പൂരി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവൾക്കിങ്ങനെ പാനിപ്പൂരി പരിചയമൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഏകാദശിക്ക് തൃപ്രയാറ് പോയപ്പോഴേക്കും അവിടെ വെച്ച് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മോനെ അത് പാനിപ്പൂരിയാണെന്ന്. ആ ഓർമ്മയിലാണെന്ന് തോന്നുന്നു. പാനിപ്പൂരി കണ്ടപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കുമെന്ന് പോലും അവൾക്ക് അറിയില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കൊടുത്തപ്പോൾ സാധാ എന്തോ ഉണ്ണിയപ്പം കടിച്ച് തിന്നുന്ന പോലെ കടിച്ച് തിന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മളെന്തെങ്കിലും ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ടാണോ ഇഷ്ടമായി എന്ന് പറഞ്ഞതെന്നും അറിയില്ല. ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞ് 2-3 വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളൊന്നും കൊണ്ട് കളിക്കാറില്ല. അപ്പം ഇനി കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അതിൻ്റെ വാശിയിലാണെന്ന് തോന്നുന്നു. പാനിപ്പൂരിയിലൊന്നും ഒതുങ്ങിയില്ല. പൊട്ടറ്റോ വേണം, കോളിഫ്ലവർ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വാങ്ങിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ മാത്രം വാങ്ങിച്ചു കൊടുത്തു. ചൂടായതുകൊണ്ട് അത് കഴിക്കാനും പറ്റിയില്ല. ഇത്ര ദിവസം അകത്തിരുന്ന് മടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടാളും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ച് പേര് മാത്രമാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അധികം പേരും ഇപ്പോഴും ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വിശേഷങ്ങളായി ഞങ്ങൾ വരും. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. ഇനിയും കാണാം. ഓക്കെ, ബൈ.